ദുഃഖവെള്ളി വചന പ്രഘോഷണം ഏപ്രിൽ 3, 2026. പരാജയപ്പെട്ടതിനുശേഷം സ്നേഹം നിങ്ങളെ നോക്കുമ്പോൾ. സഹോദരന്മാരെ, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പീഡാനുഭവം നാം കേട്ടു. ദീർഘവും ഭാരമേറിയതും വേദനാജനകവുമായ ഒരു സുവിശേഷം. എല്ലാ വർഷവും നിശ്ചലമായി നിൽക്കാനും വീണ്ടും കേൾക്കാനും സഭ നമ്മെ ക്ഷണിക്കുന്നു. നമ്മൾ അത് മറന്നുപോയതുകൊണ്ടല്ല, പക്ഷേ അതിന്റെ ആഴം ഇതുവരെ പൂർണ്ണമായി മനസ്സിലാക്കാത്തതുകൊണ്ടാണ്. ഈ കഥയിലെവിടെയോ നമ്മൾ ഇപ്പോഴും അവിടെയാണ്. ഇന്ന് നമുക്ക് നേരെ കുരിശിലേക്ക് തിരക്കുകൂട്ടരുത്. പകരം കൂടുതൽ ശാന്തവും മറഞ്ഞിരിക്കുന്നതും ആഴത്തിലുള്ളതുമായ ഒരു മാനുഷിക നിമിഷത്തിലേക്ക് പോകുക. ചോദ്യങ്ങൾ, അടിപിടികൾ, ശിക്ഷാവിധികൾ എന്നിവയെ അഭിമുഖീകരിച്ചുകൊണ്ട് യേശു അകത്തായിരിക്കുമ്പോൾ പത്രോസ് പുറത്ത് തീയുടെ അരികിൽ ഒതുങ്ങി സ്വയം ചൂടാക്കുന്നു. ആരോ ചോദിക്കുന്നു, നീ അവന്റെ ശിഷ്യന്മാരിൽ ഒരാളാണോ? പത്രോസ് മറുപടി നൽകുന്നു, ഞാൻ അല്ല. വീണ്ടും ഞാൻ അല്ല. മൂന്നാം തവണ ഞാൻ അല്ല. യൂദാസിനെയോ മുഖ്യപുരോഹിതന്മാരെയോ പോലെ പത്രോസ് ശത്രുവായിരുന്നില്ല. പീലാത്തോസിനെപ്പോലെ അവൻ ചഞ്ചലനായ ന്യായാധിപനായിരുന്നില്ല. അവൻ യേശുവിനെ സ്നേഹിച്ചു. അവൻ എല്ലാം അവനുവേണ്ടി ഉപേക്ഷിച്ചിരുന്നു. ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് അവൻ ധൈര്യത്തോടെ പ്രഖ്യാപിച്ചു, എല്ലാവരും വീണുപോയാലും ഞാൻ ചെയ്യില്ല. എന്നിട്ടും അവൻ വീഴുന്നു. എന്തുകൊണ്ട്? അവന്റെ സ്നേഹം മരിച്ചതുകൊണ്ടല്ല, ഭയം പിടിമുറുക്കിയതുകൊണ്ടാണ്. ഇവിടെ സുവിശേഷം അപകടകരമാകുന്നു. അത് പത്രോസിന്റെ കഥയിൽ നിന്ന് നമ്മുടെ കഥയിലേക്ക് മാറുന്നു. ഞാൻ അത് വ്യക്തിപരമായി പറയാം. ഇവിടെ ജയ്പൂരിൽ കഴിഞ്ഞ വർഷം പഴയ നഗരത്തിലെ ഊർജ്ജസ്വലമായ ഉത്സവകാലത്ത് ഞങ്ങളുടെ ഇടവകയിലെ ഒരു സമർപ്പിത യുവാവായ രാജേഷിനെ ഞാൻ കണ്ടുമുട്ടി. ഒരു പ്രഭാഷകനും യുവനേതാവും ഒരു യഥാർത്ഥ വിശ്വാസിയും. ഒരു കുടുംബയോഗത്തിൽ സംഭാഷണം മൂർച്ചയുള്ളതായി. ആരോ ക്രിസ്ത്യാനികളെ പരിഹസിച്ചു. നിശബ്ദത വീണു. എല്ലാ കണ്ണുകളും രാജേഷിലേക്ക് തിരിഞ്ഞു. ആ പള്ളിയിൽ പോകുന്നവരിൽ ഒരാളാണോ എന്ന് ചോദിച്ചപ്പോൾ അവൻ വിചിത്രമായി പുഞ്ചിരിച്ചു. ചോദ്യത്തിൽ നിന്ന് ഒഴിഞ്ഞുമാറി നിശബ്ദനായി. കോപാകുലനായ നിഷേധമില്ല, ഒന്നിനും ഭയമില്ല. ആ രാത്രി ഉറക്കം അവനിൽ നിന്ന് ഒഴിഞ്ഞുമാറി. ഉള്ളിൽ എന്തോ പൊട്ടി. അച്ഛാ, അദ്ദേഹം പിന്നീട് കണ്ണീരോടെ സമ്മതിച്ചു, എനിക്ക് തീയുടെ അരികിൽ പത്രോസിനെപ്പോലെ തോന്നി, പുറത്ത് ചൂടും ഉള്ളിൽ ലജ്ജയും തണുപ്പും. ഇന്നലെ മാത്രം നമ്മുടെ നഗരത്തിൽ നിന്നുള്ള മറ്റൊരു കഥ. ഞാൻ രാഹുലിനെ കണ്ടുമുട്ടി. ക്രിസ്തുവിലേക്ക് ആകർഷിക്കപ്പെട്ട ഒരു കത്തോലിക്കനല്ലാത്ത ചെറുപ്പക്കാരൻ. പ്രത്യേകിച്ച് ബുധനാഴ്ചകളിലും വെള്ളിയാഴ്ചകളിലും നമ്മുടെ ക്രിസ്തീയ ഉപവാസ ആചാരങ്ങളെ അദ്ദേഹം അഭിനന്ദിക്കാൻ തുടങ്ങി. അദ്ദേഹം അവ കർശനമായി പാലിക്കാൻ തുടങ്ങി, സ്നാനം പോലും ആഗ്രഹിച്ചു. എന്നാൽ റമദാനിൽ ഒരു ജോലി അഭിമുഖത്തിൽ അവർ അദ്ദേഹത്തിന് ചോക്ലേറ്റുകൾ വാഗ്ദാനം ചെയ്തു. അദ്ദേഹം മാന്യമായി നിരസിച്ചു, എനിക്ക് കഴിയില്ല, ഞാൻ ക്രിസ്തീയ രീതിയിൽ കർത്താവിനായി ഉച്ചവരെ ഉപവസിക്കുന്നു. നീ മുസ്ലിമാണോ? അവർ ചോദിച്ചു. ഇല്ല, അദ്ദേഹം വ്യക്തമായി മറുപടി പറഞ്ഞു, ഞാൻ ക്രിസ്തീയ ഉപവാസം പിന്തുടരുന്നു, കർത്താവിന് സമർപ്പിച്ച ഒരു മുഴുവൻ ദിവസം. അദ്ദേഹത്തിന്റെ സത്യസന്ധമായ നിലപാട് അദ്ദേഹത്തിന് ജോലി നഷ്ടപ്പെടുത്തി. സഹോദരീ സഹോദരന്മാരെ, വ്യത്യാസം കാണൂ. രാജേഷ് ഭയത്താൽ നിശബ്ദനായി മരവിച്ചു. രാഹുൽ ധൈര്യത്തോടെ നിന്നു, എന്നിട്ടും ലൗകിക നിലവാരങ്ങൾക്കനുസരിച്ച് പരാജയപ്പെട്ടു. നാം എല്ലാവരും ആ മുറ്റത്ത് നിൽക്കുന്നു. നമ്മൾ യേശുവിനെ നിഷേധിക്കുന്നു, ചിലപ്പോൾ വാക്കുകളിൽ, പലപ്പോഴും നിശബ്ദതയിൽ, വിട്ടുവീഴ്ചയിൽ, ഭയത്തിൽ. ധൈര്യത്തേക്കാൾ ആശ്വാസവും സത്യത്തേക്കാൾ സ്വീകാര്യതയും വിശ്വാസത്തേക്കാൾ സുരക്ഷയും നാം തിരഞ്ഞെടുക്കുന്നു. അല്ലെങ്കിൽ നമ്മൾ നിൽക്കാൻ ധൈര്യപ്പെടുന്നു. എന്നിട്ടും ലോകത്തിന്റെ ദൃഷ്ടിയിൽ നഷ്ടം സഹിക്കുന്നു. പിന്നെ തിരുവെഴുത്തിലെ ഏറ്റവും തുളച്ചുകയറുന്ന ഒരു വരി വരുന്നു. കർത്താവ് തിരിഞ്ഞു പത്രോസിനെ നോക്കി. ആ നോട്ടം ഒന്ന് നിർത്തി സങ്കൽപ്പിക്കൂ. അത് കോപമായിരുന്നോ? ഇല്ല. നിരാശയാണോ? ഇല്ല. അപരാധമോ? ഇല്ല. അങ്ങനെയായിരുന്നെങ്കിൽ പത്രോസോ അല്ലെങ്കിൽ രാജേഷോ രാഹുലോ എന്നേക്കുമായി ഓടിപ്പോകുമായിരുന്നു. പകരം പത്രോസ് പുറത്തുപോയി അതിദുഃഖത്തോടെ കരഞ്ഞു. ആ നോട്ടം സ്നേഹമായിരുന്നു. നിങ്ങളുടെ ഏറ്റവും വലിയ പരാജയം കാണുകയും പിന്തിരിയാതിരിക്കുകയും ചെയ്യുന്ന സ്നേഹം. നിങ്ങളുടെ ഏറ്റവും വലിയ ബലഹീനത അറിയുകയും ഇപ്പോഴും നിലനിർത്തുകയും ചെയ്യുന്ന സ്നേഹം. ഇതാണ് ദുഃഖവെള്ളിയുടെ കാതൽ. കുരിശ് യേശുവിന്റെ കഷ്ടപ്പാടിന്റെ സ്ഥലം മാത്രമല്ല. കുരിശിൽ നിന്ന് അവൻ നമ്മെ നോക്കുന്നു. അവൻ എല്ലാം കാണുന്നു. നമ്മുടെ പാപങ്ങൾ, നമ്മുടെ വിശ്വാസവഞ്ചനകൾ, നമ്മുടെ ഭയങ്ങൾ, നമ്മുടെ നിശബ്ദ നിഷേധങ്ങൾ, നമ്മുടെ വിലയേറിയ നിലപാടുകൾ. ഞാൻ അവനെ അറിയുന്നില്ല എന്ന് നമ്മുടെ ജീവിതം കൊണ്ട് നാം പറയുന്ന നിമിഷങ്ങൾ അവൻ കാണുന്നു. എന്നിട്ടും അവൻ അവിടെ തറയ്ക്കപ്പെട്ടിരിക്കുന്നു. അവൻ താഴേക്ക് വരുന്നില്ല.
എന്തുകൊണ്ട്? ഈ ദിവസത്തിലെ ഞെട്ടിക്കുന്ന കാരുണ്യം ഇതാ. നാം വിശ്വസ്തരായതിനാൽ യേശു മരിക്കുന്നില്ല. നാം വിശ്വസ്തരായതിനാൽ അവൻ മരിക്കുന്നു. അതുകൊണ്ടാണ് ഇന്ന് ഈ നല്ല വെള്ളിയാഴ്ച. നമ്മുടെ പരാജയം ഒരിക്കലും അവസാനമല്ല. പത്രോസിന്റെ നിഷേധം തന്റെ കഥ പൂർത്തിയാക്കിയില്ല. അത് ക്ഷമയിലേക്കും പുനഃസ്ഥാപനത്തിലേക്കും പെന്തക്കോസ്ത് അഗ്നിയിലേക്കും നയിച്ചു. അടുത്ത ഞായറാഴ്ച രാജേഷ് തിരിച്ചെത്തി. വിറയ്ക്കുന്ന കൈകളോടും വിറയ്ക്കുന്ന ശബ്ദത്തോടും കൂടി അദ്ദേഹം പ്രസംഗവേദിയിൽ നിന്നുകൊണ്ട് ദൈവവചനം വീണ്ടും വായിച്ചു. രാഹുവിന്റെ നഷ്ടം ഇതിനകം വിത്തുകൾ നടുകയാണ്. ശാന്തമായ സാക്ഷ്യത്തിന്റെയും ഒരുപക്ഷേ ഉടൻ വരാനിരിക്കുന്ന സ്നാനത്തിന്റെയും കൃപ. ദുഃഖവെള്ളി പൂർണ്ണർക്കുള്ളതല്ല. ഇത് തകർന്നവർക്കുള്ളതാണ്. ഇപ്പോഴും അതിയായി സ്നേഹിക്കപ്പെടുന്നവർക്കുള്ളതാണ്. അതിനാൽ ഇന്ന് ഇവിടെ വെറും കാഴ്ചക്കാരനായി നിൽക്കരുത്. യേശുവിനോട് സഹപം തോന്നുക മാത്രമല്ല, പത്രോസ് നിന്നതുപോലെ നിൽക്കുക. രാജേഷ് നിന്നതുപോലെ, രാഹുൽ നിന്നതുപോലെ നിങ്ങൾ നിൽക്കുമ്പോൾ അവന്റെ നോട്ടം നിങ്ങളെ കണ്ടെത്തട്ടെ. ആ നോട്ടത്തെ ഭയപ്പെടരുത്. അത് ഒരു ന്യായാധിപന്റെ നോട്ടമല്ല. സ്നേഹത്തിന്റെ നോട്ടമാണ് നിങ്ങളെ വീട്ടിലേക്ക് വിളിക്കുന്നത്, ധൈര്യത്തിലേക്ക്, വിശ്വാസത്തിലേക്ക്, സ്നേഹത്തിലേക്ക്. പീറ്ററിന് വീണ്ടും വീണു എഴുന്നേൽക്കാൻ കഴിഞ്ഞെങ്കിൽ നിങ്ങൾക്കും കഴിയും. രാജേഷിന് തിരിച്ചുവരാൻ കഴിഞ്ഞെങ്കിൽ, രാഹുലിന് സഹിക്കാൻ കഴിഞ്ഞെങ്കിൽ നിങ്ങൾക്കും കഴിയും. ഇന്ന് നിങ്ങളുടെ വിശ്വാസം നിമിത്തം നിങ്ങൾക്ക് ബലഹീനത, ലജ്ജ, തൊഴിലില്ലായ്മ അല്ലെങ്കിൽ ഭയം എന്നിവ തോന്നുന്നുവെങ്കിൽ ഇത് കേൾക്കൂ. ഈ കുരിശ് നിങ്ങൾക്കുള്ളതാണ്. നിങ്ങൾക്ക് അവനെ പരാജയപ്പെടുത്താം. പക്ഷേ അവൻ നിങ്ങളെ ഒരിക്കലും പരാജയപ്പെടുത്തുകയില്ല. ആമേൻ.